വയനാട് വാകേരി സിസിയിൽ പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത്. ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവയെത്തിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. ജിൻസ് ചേർന്നു. ജിൻസ്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്? ധന്യ, വാകേരി സിസിയിൽ ആക്രമണമുണ്ടായ ഈ തൊഴുത്തിന് സമീപത്താണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഈ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീണ്ടും കടുവ എത്തിയത്. ഇതോടെയാണ് കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് ഇന്നലെ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 23-നാണ് ഈ ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെ ഭക്ഷിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസവും ഈ തൊഴുത്തിലേക്ക് വരികയും വീണ്ടും ഇത് ഭക്ഷിക്കാൻ എത്തുകയും ചെയ്തു. ഇതാണ് ഈ ദൃശ്യമാണ് വനംവകുപ്പിന്റെ ക്യാമറകൾ കുടുങ്ങിയിട്ടുള്ളത്. വനംവകുപ്പ് ഇതിനായി തന്നെ ഏകദേശം 10ഓളം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു. ഇതിലെ ക്യാമറ ട്രാപ്പിലാണ് ഇപ്പോൾ കടുവയുടെ ദൃശ്യം പതിഞ്ഞത്. അതോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കൂടുവെച്ചിട്ടുള്ളത്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഈ കടുവ കുടുങ്ങുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. ഈ പ്രദേശവാസികളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം വാകേരിയിൽ കൂടല്ലൂരിൽ ക്ഷീർ കർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതോടുകൂടെ ഈ മേഖലയിലടക്കം വലിയ ഭീതിയായിരുന്നു. എന്തായാലും ഈ ഉടനെ കടുവയെ പിടികൂടുന്നതിനുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ധന്യ. നന്ദി ജിൻസ്.